മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യരായ സഹോദര പിതാക്കന്മാരെ, വന്യരായ റംബാശന്മാർ, കോറപ്പിസ്കോപ്പന്മാർ, വൈദ്യശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സജിയച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദേശത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം വീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, സജി മാത്യു അച്ഛൻ തുമ്പമൺ ഭദ്രാസനത്തിൽ ജനിച്ച ആളാണ്. ഈ ദേവാലയം തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ബോംബെ ഭദ്രാസനത്തിലായിരുന്നു. ബോംബെ ഭദ്രാസനം രൂപീകരിക്കപ്പെട്ടതിൻ്റെ 50 വർഷം ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഈ വർഷം. അപ്പോൾ 33 വർഷത്തോളം അവിടെ ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു വൈദികൻ എന്ന നിലയിൽ ആ ഭദ്രാസനത്തിൽ സീനിയർ വൈദികരൊരാൾ അല്ലെങ്കിൽ ഏറെ വർഷക്കാലം അവിടെ ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു വൈദികൻ. ബോംബെ ഭദ്രാസനത്തിൻ്റെ പ്രത്യേകതകളൊന്നും എനിക്ക് അധികം നിശ്ചയമില്ലെങ്കിലും 30, 40 അതിലധികം വർഷങ്ങളായിട്ട് അവരുടെ സേവനം അനുഷ്ഠിക്കുന്ന വൈദികർക്ക് ആ കാലഘട്ടവും ഇന്നുമായിട്ടുള്ള വ്യത്യാസം അവർക്കത് ബോധ്യമുണ്ട്. അനേക മൈലുകൾ സഞ്ചരിച്ചും രാവിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അതിനുശേഷം വൈകിട്ട് മറ്റൊരു ദേവാലയത്തിൽ ദീർഘദൂര യാത്ര ചെയ്ത് ഈവനിങ് സർവീസ് നടത്തി, അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സഭയ്ക്ക് വേണ്ടി, സഭാ മക്കൾക്ക് വേണ്ടി ത്യാഗനിർഭരമായ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു വൈദികന്റെ സംസ്കാര ശുശ്രൂഷയിലാണ് ഇന്ന് ഇപ്പോൾ നാം സംബന്ധിക്കുന്നത്. അച്ഛൻ്റെ നിര്യാണം നടന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. നമ്മുടെ സഭയിൽ പത്തനാപുരത്ത് കബറടങ്ങിയിരിക്കുന്ന ദേറാകളുടെയൊക്കെ സ്ഥാപകനായ തോമമാർ ദിവന്നാസ്യോസ് തിരുവേനയുടെ ഓർമ്മ ദിവസമാണ് ഡിസംബർ മാസം 3-ാം തീയതി. അതേ ദിവസം തന്നെയാണ് സജിയച്ചൻ്റെ നിര്യാണം സംഭവിച്ചത്. ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതിയാണ്. പരിശുദ്ധ സഭയുടെ ഔഗൻ പ്രഥമൻ കാതോലിക്ക ബാവ തിരുവേനയുടെ ഓർമ്മ ദിവസമാണ് ഇന്നേ ദിവസം. ഈ ദിവസമാണ് വന്യ സജി മാത്യു അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ യാദൃച്ഛികമായിട്ടുള്ള തീയതികളാണെങ്കിൽ തന്നെയും അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയും സഭയോടുള്ള അച്ഛൻ്റെ കടപ്പാടും ഒരുപക്ഷെ അത് ഞാനിവിടെ നിന്ന് പറയുന്നതിനേക്കാൾ ഉപരി അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്ന വൈദികരിവിടെയുണ്ട്. അനേക അൽമായ ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അനേകർ ഇത് ഈ സംപ്രേഷണം വീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ത്യാഗനിർഭരമായ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ദേവാലയം നിലയ്ക്കൽ ഭദ്രാസനത്തിൽ പെട്ട ഒരു ദേവാലയമാണ്. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ നിര്യാതരായി സംസ്കരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വൈദികരുടെയും ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും മുൻകാലങ്ങളിൽ മരിച്ച് സംസ്കരിക്കപ്പെട്ട് അവിടെ കബറടങ്ങിയിരിക്കുന്ന വൈദികരുടെ ലിസ്റ്റ്. അതിൽ ജനുവരി മാസം മുതൽ നവംബർ മാസം വരെയുള്ള മാസങ്ങളിൽ ആണ് ഈ വൈദികരെല്ലാം നിര്യാതരായിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ആരും നിര്യാതരായതായിട്ട് എൻ്റെ ലിസ്റ്റിലില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഡിസംബർ മാസത്തിൽ 3-ാം തീയതി സജിയച്ചൻ്റെ നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. പല പ്രത്യേകതകളും അച്ഛൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ അച്ഛൻ്റെ നിര്യാണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു, പറയുകയായിരുന്നു, അയ്യോ ഞങ്ങളൊക്കെ ഒരുമിച്ച് സെൻറ്റ് ബേസിൽ അസോസിയേഷനിൽ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരും ഡിഗ്രിക്ക് പഠിച്ചവരും
അച്ഛൻ്റെ സഹപാഠികളായിട്ട് വൈദികരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്നാൽ അനേകം ആളുകൾ കാതലിക് കോളേജിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിച്ച കാലം മുതലുള്ളവരുടെ സ്മരണകൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ പള്ളി മുറ്റത്ത് വെച്ച് ഒരു സഹോദരനെ കണ്ടു. പന്തളത്ത് എൻ്റെ ദേവാലയത്തിൽപ്പെട്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ദൂരം യാത്ര ചെയ്ത് വരാൻ കാരണമെന്ന്. അപ്പോൾ പറയുകയായിരുന്നു, അനേക വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അവിടെ ചാപ്പലൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങൾക്ക് വന്ന് ആരാധന അർപ്പിച്ച വൈദികനാണെന്ന് ആ സഹോദരൻ അവിടെ സ്മരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നാം അറിഞ്ഞും അറിയാതെയും അനേകം ആളുകൾ അച്ഛൻ്റെ ഈ നിര്യാണത്തിൽ ദുഃഖിക്കുകയും ക്ലേശിക്കുകയും അച്ഛൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. നിലയ്ക്കൽ ഭദ്രാസനം രൂപീകരിക്കപ്പെട്ടത് 2010-ലാണ്. ഇപ്പോൾ 15 വർഷമാകുന്നു. അതിനുശേഷമാണ് അച്ഛനുമായിട്ട് അടുത്ത് ഇടപെടുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ദേവാലയമായിട്ടും പ്രിയപ്പെട്ട PA ഫിലിപ്പച്ചൻ ഉൾപ്പെടെയുള്ള മറ്റ് വൈദികർ അനേകം 7-8 വൈദികരെ മലങ്കര സഭയ്ക്ക് പ്രദാനം ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചൊരു ഇടവകയാണ്. ഈ ഇടവകയിലും PA ഫിലിപ്പച്ചനും സജിയച്ചനൊക്കെ ഒരു ബാച്ചിൽ സെമിനാരി പഠിച്ചു. അടുത്തടുത്ത പ്രായക്കാരാണ്. എന്നാൽ ഈ ഇടവകയിൽ നിന്നും ഒരു വൈദികൻ ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്നതും ആദ്യമായിട്ട് ഈ പ്രിയപ്പെട്ട സജിയച്ചനാണ്. അങ്ങനെ പലവിധത്തിൽ അച്ഛൻ്റെ വേർപാടിന് പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഓർക്കുന്നു. അച്ഛൻ അവധിക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുകയോ സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്ന നല്ല അനുഭവങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ സ്വന്തം ഭവനമാകുന്ന ലാഹയിലുള്ള ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അടുത്ത ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. അച്ഛൻ്റെ അപകട വിവരം അറിഞ്ഞപ്പോൾ ആ സമയം മുതൽ പ്രിയപ്പെട്ട മനോജ് അച്ഛൻ, ബോംബെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി, പ്രിയപ്പെട്ട അച്ഛനുമായിട്ടും അതുപോലെ തന്നെ B. സ്റ്റീഫൻ അച്ഛൻ, ബെഞ്ചമിൻ സ്റ്റീഫൻ അച്ഛനുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടുകയും അച്ഛൻ്റെ ചികിത്സാ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇത്തരുണത്തിൽ അഭിമന്യരായ ബോംബെ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ കൂർലോസ് തിരുവേനി അമേരിക്കൻ സന്ദർശനത്തിലായതുകൊണ്ട് വന്നു ചേരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും തിരുവേനിയുടെ വളരെ ആശ്വാസം നൽകുന്ന സന്ദേശം തിരുവേനി ഭദ്രാസനത്തിലെ വൈദികർക്കൊക്കെ പകർന്നു കൊടുത്തത് കേൾക്കുന്നതിനിടയായി. അഭിമന്യനായ തെയോഫിലോസ് തിരുവേനിയും അവിടുത്തെ ബോംബെയിലെ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. ഇന്നിപ്പോൾ ഈ ശുശ്രൂഷകൾക്ക് ആർമിത്വം വഹിക്കത്തക്ക വിധത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. മറ്റഭിമന്യരായ പിതാക്കന്മാർ ഇന്ന് രാവിലെ മുതൽ അനേക പിതാക്കന്മാർ വന്ന് ഇവിടെ ആരാധന അർപ്പിക്കുകയും ശുശ്രൂഷ നടത്തുകയും ചെയ്ത് മടങ്ങിപ്പോയി. ഇപ്പോൾ അഭിമന്യരായ പിതാക്കന്മാർ പലരുടെയുണ്ട്. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ വെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുവനസുകൊണ്ട് 3 മണിയോടുകൂടി ഇവിടെ എഴുന്നള്ളുകയും സമാപന ശുശ്രൂഷ ആ സമയം നിർവഹിക്കുന്നതുമാണ്. ഇപ്പോൾ പുരോഹിതന്മാരുടെ പ്രാർത്ഥനയായിട്ടുള്ള 8 ക്രമങ്ങളും ഇതിനോടകം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള സമയത്ത് അത്യാവശ്യമായിട്ട് അനുശോചന സന്ദേശങ്ങൾ അറിയിക്കേണ്ടവർക്ക് അതിനുള്ള സമയം ഉണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുവനസുകൊണ്ട് എഴുന്നള്ളി കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാപന ശുശ്രൂഷ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സജിയച്ചൻ്റെ ഈ വേർപാട് നാം അതിനെ വിശേഷിപ്പിക്കും അകാലത്തെന്നോ അപ്രതീക്ഷിതമെന്നോ ഒക്കെയുള്ള വാക്കുകൾ നാം അതിന് ഉപയോഗിക്കും. പക്ഷേ വേർപാടിൻ്റെ കാലം നിശ്ചയിക്കുന്നതിന്, സമയം നിശ്ചയിക്കുന്നതിന്, ഏത് വിധത്തിലുള്ള വേർപാടാണ് നിശ്ചയിക്കുന്നതിനുള്ള അവകാശം ഒന്നും നമുക്കില്ലല്ലോ. പ്രിയപ്പെട്ട സജിയച്ചൻ്റെ വേർപാടും അപ്രകാരം അകാലത്തിലെന്നോ അപ്രതീക്ഷിതമെന്നോ ഒക്കെ നാം വിശേഷിപ്പിക്കുമെങ്കിലും, മാനുഷികമായ വാക്കുകളിലൂടെ നാം അതങ്ങനെ വിശേഷിപ്പിക്കുമെങ്കിലും ദൈവ നിശ്ചയപ്രകാരം സംഭവിച്ചു എന്ന് മാത്രം ആശ്വസിക്കുന്നതിന് നമുക്ക് ഇടയാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. അച്ഛൻ്റെ പ്രിയ മകനെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന തക്കവിധം അച്ഛനും വളർത്തിയെടുത്തു. തീർച്ചയായിട്ടും അത് സന്തോഷവും ആശ്വാസം നൽകുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ, മക്കള്, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സജിയച്ചന് ദൈവത്തിൻ്റെ സഭയിൽ അനുഗ്രഹകരമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് ദൈവസന്നിധി ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട
ഭദ്രാസന സെക്രട്ടറി അച്ഛൻ സോബിൻ സാമുവൽ അച്ഛനും അതുപോലെ തന്നെ ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസനത്തിലെ ബഹുഭൂരിപക്ഷം വൈദികർ ഒക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഭദ്രാസനത്തിൻ്റെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ടുള്ള പുഷ്പചക്രം ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയുടെ പൂർത്തീകരണം 4 മണിയോടുകൂടി ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിക്കപ്പെടും. അതുവരെയും എല്ലാവരും എല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥനകളും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഒരിക്കൽ കൂടി ഒരു നന്ദി വാക്കുകൂടി ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ ഒരു പുരോഹിതൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ആ മരണം സംഭവിച്ചതിന് ശേഷം ഞാനിവിടെ വരികയും ഇവിടുത്തെ വികാരി ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ, അതുപോലെ തന്നെ ഇടവക കൈസ്ഥാനി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ വിളിച്ചു ചേർത്ത് വേണ്ട ആലോചന ഒക്കെ നിർവഹിച്ചു. ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ഇടവക അതിനുവേണ്ട എല്ലാ ക്രമീകരണം ചെയ്തു എന്നുള്ളതിൽ ഭദ്രാസനത്തിലെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഇടവയോടും ഇടവ വികാരിയോടും കൈസ്ഥാനി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ചുമതലക്കാരോടുള്ള പ്രത്യേകമായ നന്ദി കൂടി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അഭിമന്യരായ പിതാക്കന്മാർ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അത് പറയുന്നില്ല. എല്ലാ പിതാക്കന്മാരും, പ്രത്യേകിച്ച് സജീവച്ചനോടുള്ള വ്യക്തിപരമായ സ്നേഹവും ബന്ധവും സഹപാഠികളായിരിക്കുന്ന പുരോഹിതന്മാർ, അഭിമന്യ തിരുമേനിമാർ എല്ലാവരും ഇവിടെ വന്ന് ഈ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്ത് ഈ സംസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർത്തതിൽ എല്ലാവരോടും നന്ദി കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ സമാപിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭദ്രാസനത്തിൻ്റെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ പുഷ്പചക്രം ഇപ്പോൾ സമർപ്പിക്കുന്നു. നിലയ്ക്കൽ ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അനുശോചന സന്ദേശം നൽകിയ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ജോഷ മാർ നിക്കോദിമോസ് തിരുമേനിയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഇപ്പോൾ അഖില മലങ്കര പ്രാർത്ഥനയോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോഗത്തിൻ്റെ പ്രസിഡന്റും ഈ ഇടവകയുടെ മുൻ വികാരിയുമായ അഭിമന്യ മാത്യൂസ് മാർ തേവോദോസ് തിരുമനസ്സുകൊണ്ട് അനുശോചന സന്ദേശം നൽകുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യരായ പിതാക്കന്മാരെ, കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പെരുന്നാട് ബഥനി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്നും മറ്റ് സഹോദരി ഇടവകകളിൽ നിന്നും, പ്രത്യേകിച്ച് മുംബൈ ഭദ്രാസനത്തിൻ്റെ വിവിധ ഇടവകകളെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഈ ദേശത്തിൻ്റെ പ്രിയപ്പെട്ട ഈ മകന് അന്തിമോപചാരം അർപ്പിക്കാൻ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ജീവൻ നൽകുന്ന ജീവിപ്പിക്കുന്ന ക്രിസ്തു യേശു എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇപ്രകാരം തുടങ്ങട്ടെ. പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സഭയുടെ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാബ തിരുമേനിയുടെ കല്ലറയിൽ ഇപ്രകാരം ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്: ജീവനേക്കാൾ വലുതാണ് ജീവിതം. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലിവിങ്. ജീവിക്കുക അതിനേക്കാൾ വലുതാണ് ജീവിതം. ഞാൻ പ്രിയപ്പെട്ട സജി മാത്യു അച്ഛൻ താന്നിമൂട്ടിൽ കുടുംബത്തിൽ, പ്രത്യേകിച്ചും ബഥനി ആശ്രമവും ബഥനി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകപ്പള്ളിയും രണ്ട് വ്യത്യസ്ത ആത്മീയ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ ആണ് എന്ന് പറയുന്നതിനേക്കാൾ രണ്ടും ഒന്നാണ്. ബഥനി ആശ്രമം സ്ഥാപിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ബഥനി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയും സ്ഥാപിതമായി 918. അന്നു മുതൽ ബഥനി ആശ്രമത്തെയും ബഥനി പള്ളിയെയും ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. ഇവിടെ
പിതാക്കന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ ബാഹ്യകേരള ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത കാലം ചെയ്ത അലക്സ്യൂസ് തെവദോസ്യോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ, അതേ തുടർന്ന് ബഥനിയിലെ അച്ഛന്മാർ വീണ്ടും 970 മുതൽ 2003 വരെയുള്ള കാലഘട്ടം ഞാൻ പ്രിയപ്പെട്ട സജിയച്ഛൻ്റെ കുടുംബവും ബഥനി ഇടവകയോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ചിന്തിക്കുക. 2003 വരെ ബഥനി ആശ്രമത്തിലെ അച്ഛന്മാർ ഈ ഇടവകയുടെ വികാരിമാരായിരുന്നു കാലാകാലങ്ങളിൽ. ബഹുമാനപ്പെട്ട സോളമനച്ചൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ, അനുശോചന അറിയിച്ചപ്പോൾ പറഞ്ഞു, 1970 പ്രിയാച്ചൻ ബഥനിയിൽ ചേർന്ന് വൈദിക സെമിനാരിയിൽ പോകുന്ന കാലഘട്ടം. അന്ന് 970-കളിൽ വികാരിയായിരുന്നത് ബഥനിയിൽ കബറടങ്ങിയിരിക്കുന്ന ആബോ യൂഹാനോൻ OIC യൂഹാനന്മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ ആ വികാരിത്വത്തിൽ ബഥനിയിലെ ബ്രദേഴ്സ് ഞങ്ങൾ ഓരോരുത്തരും ഇടവക പള്ളിയിൽ തിരുമേനിയോടൊപ്പം വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകരായിരിക്കാൻ വന്നു. ബലഹീനായി ഞാൻ 971 ബഥനിയിൽ സാധു അല്ലെങ്കിൽ ബ്രദർ ആയി എൻ്റെ ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ ബഥനി പള്ളിയിൽ ആബോ യൂഹാനോനോടൊന്നിച്ച് ഈ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ലാഹയിൽ നിന്ന് താന്നിമോട്ടി കുടുംബത്തിൽ TM ബേബിസ, ഈ പ്രിയപ്പെട്ട സജിയച്ചന്റെ പിതാവും കുടുംബവും അന്ന് അവിടെ നിന്ന് ഒരു ബസ്സേ ഉള്ളു. രാവിലെ LCMS എന്ന് പറയുന്ന ബസ്സിൽ രാവിലെ 7 മണിക്ക് ഇവിടെ എത്തും. പിന്നീട് ബസ് ഉടനെ എങ്ങുമില്ല. എല്ലാ ഞായറാഴ്ചയും ലാഹയിലെ മുഴുവൻ കുടുംബങ്ങളും ബഥനി സെന്റ് തോമസ് ഇടവകയിൽ ഞായറാഴ്ച ആരാധനയ്ക്കായി എത്തുമ്പോൾ ഈ പ്രിയപ്പെട്ട സജിയച്ചൻ പിതാവിന്റെ കൈക്ക് പിടിച്ച് ഇവിടെ PA ഫിലിപ്പച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ കൂനങ്കര, അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നോക്കെ സജിയച്ചന്റെ കൂട്ടുകാർ PA ഫിലിപ്പച്ചൻ, ഒരു മോൻ മത്തായി, ഇവരെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. അതെ, എത്ര സജീവമായി ആരാധനയിലൂടെ തൻ്റെ ദൈവ വിളിയെ മുൻകൂട്ടി അറിഞ്ഞു. ബഥനി സമൂഹത്തിൽ അവധിക്ക്, വലിയ അവധിക്ക്, മിഡ് സമ്മർ വെക്കേഷന് ഈ പ്രിയപ്പെട്ട സജിയച്ചൻ, സാമച്ചൻ, മത്തായി അങ്ങനെയുള്ള കൂട്ടുകാർ ഒരുമിച്ച് ബഥനിയിൽ താമസിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കും പ്രത്യേകിച്ചും ഒരു വൈദിക വിളിയിലേക്കും പൗരോഹിത്യ വിളിയിലേക്കുമുള്ള ഒരു ആഹ്വാനമായി ആ ജീവിതത്തെ അവർ കണ്ടു. അതുകൊണ്ട് ബലഹീനായ ഞാൻ 996 മുതൽ 2003 വരെ ഏതാണ്ട് 7.5 വർഷക്കാലം ഈ ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴും പ്രിയപ്പെട്ട സജിയച്ചൻ ബോംബെ ഭദ്രാസനത്തിൽ കുടുംബമായി ബെറ്റ്സി കൊച്ചമ്മയും രൂപനും റിബേക്കായും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ബഥനിയുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തി. പ്രിയ മകൻ രൂപൻ ഇന്ന് തൻ്റെ പിതാവ് തെരഞ്ഞെടുത്ത വഴിയിലൂടെ അനുഗ്രഹീത വൈദിക ശുശ്രൂഷ ബോംബെ ഭദ്രാസനത്തിന് പ്രത്യേകിച്ചും ചെയ്യുക. ഞാൻ ഈ ആദ്യം ഓർമ്മിപ്പിച്ച വാക്ക് പരിശുദ്ധ ദിദിമോസ് ബാബായുടെ കല്ലറക്കൽ എഴുതിയ വാക്യം, ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ലിവിങ്. ജീവനേക്കാൾ വലുതാണ് ജീവിതം. സജിയച്ചൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെ കടന്നുപോയ മനുഷ്യൻ. അദ്ദേഹം മരണത്തെ വെല്ലുവിളിച്ചു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ആക്സിഡന്റ് ഉണ്ടായ ഡിസംബർ 3-ാം തീയതി മുതൽ പ്രിയപ്പെട്ട രൂപനശനെ എന്നും വിളിക്കും. ബഥനി സമൂഹത്തിൽ, ബഥനി ഇടവകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, അവിടുത്തെ ഇഷ്ടം. പക്ഷേ അദ്ദേഹം തൻ്റെ ഹൃദയ സംബന്ധമായ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ നാളുകളിൽ പോലും അദ്ദേഹം മരണത്തെ വെല്ലുവിളിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ?
ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തെ വെല്ലുവിളിച്ച് ജീവനേക്കാൾ വലുത് ജീവിതമാണ്. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ബെത്സി കൊച്ചമ്മീൻ തൻ്റെ മകൻ രൂപനച്ഛനും പ്രിയ മകൾ റിബേക്കായും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കണ്ടും അവരെ ദൈവത്തിന് സമർപ്പിച്ചും തൻ്റെ കുടുംബത്തെയും താൻ സ്നേഹിച്ച ഇടവകയെയും ഈ ദേശത്തെയും ഒക്കെ വിട്ടിട്ട് ഈ ജീവിതം തമ്പുരാൻ വിലപ്പെട്ടതാകയാൽ അവിടുന്ന് വിളിച്ചു എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. അച്ഛാ, സന്തോഷത്തോടെ ഇമ്പങ്ങളുടെ പറുദീസയിൽ അങ്ങേ കാണുവാൻ ഞങ്ങൾക്കും യോഗ്യത ഉണ്ടാകുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മത്തായി കുന്നിലച്ചൻ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗത്തിൻ്റെ റീത്ത് അല്ലെങ്കിൽ ആദരാഞ്ജലി അവിടെ അർപ്പിക്കുന്നു. അതോടൊപ്പം ബഥനി ആശ്രമത്തിൻ്റെയും ബഥനി കോൺവെന്റിൻ്റെയും ഞങ്ങൾ ബഥനി ഇടവകയുടെ പ്രാർത്ഥന അഞ്ജലി അർപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുശോചന സന്ദേശം നൽകി അഭിമന്യ മാത്യൂസ് മാർ ദേവോദോസ് സിനിമയിലുള്ള നന്ദി ഇടവയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കട്ടെ. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ദിവ്യബോധന ഗ്രൂപ്പ് അവരുടെ സാന്നിധ്യം ദേവാലയത്തിലുണ്ട്. പ്രതിഷേധത്തിൽ അവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരുടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട് അനുശോചന സന്ദേശം നൽകുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ വാത്സല്യമുള്ള സഹോദര മെത്രാപ്പോലീത്തന്മാരെ, ശ്രേഷ്ഠരായ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, കോർപ്പിസ്കോപ്പന്മാരെ, റമ്പാച്ചന്മാരെ, സെമിനാരി അധ്യാപകരെ, ഈ സദ്യച്ചനോടുകൂടി പഠിച്ച സ്നേഹിതരെ, ബോംബെയിൽ നിന്ന് എത്തിച്ചേർന്ന വാത്സല്യമുള്ള എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, സജീവസിന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഏവരുമേ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്തുന്ന വ്യക്തിയാണ് വൈദികൻ. വീണ്ടും ജനനം നൽകി ദൈവത്തിന്റെ പുത്രപദവിയിലേക്കും സ്വർഗരാജ്യ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ആ ബന്ധം തുടങ്ങുന്നു. തുടർന്ന് ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിലും അനസ്യൂത വളർച്ചയിലും ദൈവത്തിന്റെ കൃപാവരങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നു. അവസാനം ഇവിടെ നിന്ന് യാത്രയാക്കുമ്പോഴും അന്തിമാഭിവാദനം അർപ്പിച്ച് യാത്രയാക്കുവാൻ ഒരു വൈദികനെ എത്തുന്നു. അങ്ങനെ ഗാഢമായ ഒരു ബന്ധവും സുദൃഢമായ കടപ്പാടുമുള്ളതുകൊണ്ട് നമുക്ക് വൈദികരെ പെട്ടെന്ന് അനുസ്മരിക്കുന്നത് നല്ലതാകും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരു പുരോഹിതൻ നൈർമല്യത്തോടെ സത്യസന്ധതയോടെ ജീവിക്കണം. കീപ് ട്രാൻസ്പെറൻസി ഇൻ പാസ്റ്ററൽ ലൈഫ്. ഒരാൾക്കും ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ സാധിക്കാത്ത വിധം ജീവിതത്തെ സൂക്ഷിക്കുന്നവരായിരിക്കണം പുരോഹിതൻ. രണ്ടാമതായിട്ട് ദൈവത്തോടും ജനത്തോടും താഴ്മയിൽ ജീവിക്കണം. ബി ഹംബിൾ ആൻഡ് പൊളൈറ്റ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് ഫെലോ ബീങ്സ്. മൂന്നാമതായിട്ട് പുരോഹിതനായി ജീവിക്കുന്ന ഓരോ നിമിഷവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒരു പുരോഹിതൻ വളരണം. ലീവ് ആൻഡ് ലൈഫ് ഓഫ് സാങ്ക്ടിറ്റി. പുരോഹിത ജീവിത വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണ്. അനേക വെല്ലുവിളികൾ ഈ പാവപ്പെട്ട സജീവൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ കാൽവെപ്പും അതീവ ശ്രദ്ധയോട് വേണം
പൗരോഹിത്യം എന്നുള്ളത് ജീവിക്കുവാനുള്ള വഴിയല്ല, മറിച്ച് പൗരോഹിത്യം ജീവന്റെ വഴിയാണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. വേർപാടെന്ന് പറയുമ്പോൾ എപ്പോഴും വേദനാജനകമാണ്. അതേത് പ്രായത്തിലായിരുന്നാലും, പ്രത്യേകിച്ച് രക്തബന്ധമുള്ള ആളുകൾക്ക്. ലാസറിന്റെ വേർപാടിൽ ദുഃഖിതനായി യേശുമ്പരൻ ബെഥാനിയിൽ വെച്ച് തന്നെ ലാസറിന്റെ വേർപാട് അറിഞ്ഞിരുന്നു. യേശുക്രിസ്തുമായുള്ള ബന്ധമുള്ള ഭവനമായിട്ട് പോലും അവിടെ വേർപാട് ഉണ്ടായി. കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശുമ്പരാന്റെ സാന്നിധ്യമുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു, 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ വീഞ്ഞു പോരാതെ വന്നു. വാത്സല്യമുള്ള മക്കൾ, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേർപാടുകളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്കുണ്ടാകണം. നല്ലൊരു വൈദികനായി ചെറുപ്പകാലത്ത് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് സതീശൻ അവിടെ പഠിച്ച കാലം ഈ അവസരം ഓർക്കുന്നു. അതുപോലെ തന്നെ സെമിനാരിയിൽ ജൂനിയറായി കൊച്ചമ്മയെയും മകളെയും അച്ഛൻ കൊച്ചമ്മയ്ക്കും കൊടുത്തൊരു മകനെ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിപ്പാനും അവർക്ക് സാധിച്ചു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. രൂപേനച്ഛൻ വിവാഹിതനായിരിക്കുന്നത് മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നാണ്. പള്ളിപ്പാട് സിംഹാസന പള്ളിയിലെ വികാരിയായിരിക്കുന്ന ആദരണീയനായ പി കെ വർഗീസ് അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് മാവേലിക്കര കുന്നമിടവകയാണ്. എൻ്റെ വൈദികനാണ്. ആ അച്ഛൻ്റെ മകൾ ഡോക്ടറെയാണ് രൂപേനച്ഛൻ വിവാഹം ചെയ്തത്. മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഭദ്രാസന സെക്രട്ടറിയും മാവേലിക്കരയിലുള്ള ആളുകളുമൊക്കെ ധാരാളം പേര് രാവിലെ വന്ന് അനുശോചനം അർപ്പിച്ചു, പുഷ്പചക്രം അർപ്പിച്ചു. എന്നോട് വളരെയധികം സ്നേഹവും കടപ്പാടും കാണിച്ചൊരു വ്യക്തിയാണ് സതീശൻ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ചെഴുന്ന് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ പിതാവിനെ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തിന്റെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അനുശോചന സന്ദേശം നൽകിയ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസിനുള്ള നന്ദി ഇടവകയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ അറിയിക്കട്ടെ. ബാംഗ്ലൂർ ജലഹള്ളി സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളിയിലാണ് സജീശന്റെ സിസ്റ്റർ മിസസ് ജെസ്സി അംഗമായിരിക്കുന്നത്. ആ ഇടവകയുടെ വികാരിയും സഹപാഠിയും സെയിന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ ബാംഗ്ലൂർ വൈസ് പ്രസിഡന്റും ആയിരിക്കുന്ന വന്ദനായ സജി ഡാനിയൽ അച്ഛൻ ഇപ്പോഴെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ പ്രാർത്ഥനയും അനുശോചനയും ആ ഭദ്രാസന കൗൺസിൽ അംഗം എന്ന നിലയിൽ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു അറിയിപ്പുണ്ട്. KL 30J0707 വാഹനം റോഡിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ദയവായിട്ട് അതിന്റെ ഉടമസ്ഥരെ എത്രയും വേഗത്തിൽ ആ വാഹനം നീക്കി കൊടുക്കണം. KL 30J0707. ഇപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് മനസ്സുകൊണ്ട് അനുശോചന സന്ദേശം നൽകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദരായ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട സജീശൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ, രൂപേനച്ഛൻ, റിബേക്ക, ഖിസിയ, ജോയൽ, ഹന്ന, അതുപോലെ തന്നെ സഹപാഠികളും സ്നേഹിതരുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വാത്സല്യമുള്ളവരുമേ, പ്രിയപ്പെട്ട സജീശൻ്റെ വേർപാട് ആകസ്മികമാണ് എങ്കിലും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ യാത്രയാകുകയാണ്. ജീവിതത്തിൽ ജീവനോട് മല്ലിട്ട പല സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് സംശയിച്ച സന്ദർഭങ്ങളുണ്ട്. അവിടെയെല്ലാം വിജയം വരിച്ച അച്ഛൻ ജീവിതത്തിലേക്ക് വന്നുവെങ്കിലും ആകസ്മികമായി നമ്മൾ വേർപെടുമ്പോൾ ഏറെ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ട സജി അച്ഛൻ വൈദിക സെമിനാരിയിൽ പഠിക്കുവാൻ പോകുന്നതിന് ആഗ്രഹം അറിയിച്ച്
അഭിപ്രായം ചോദിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാച്ചാണ് ആ വർഷം വൈദിക സെമിനാരിയിൽ വന്നത്. പ്രിയപ്പെട്ട അപ്രേം തിരുമേനിയും യൂലിയോസ് തിരുമേനിയും കരിങ്ങാട്ടിലച്ചനും ഉൾപ്പെടെ സഭാതലത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹീത സമൂഹത്തിൽ പഠിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ ബാച്ചിലെ തന്നെ 1-2 പേര് ഇപ്പോൾ തിരുശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. ആ കൂട്ടത്തിൽ ഇപ്പോൾ സജിയച്ചനും കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വശ്യമായ പുഞ്ചിരി സെമിനാരിൽ പഠിക്കുന്ന അവസരത്തിലൊക്കെയും യുവാനിയോസ് തിരുമേനിയൊക്കെ ദേഷ്യപ്പെട്ടു വരുമ്പോൾ സജിയച്ചൻ്റെ പുഞ്ചിരിയിൽ ആ ദേഷ്യമൊക്കെ അലിഞ്ഞു പോകുമായിരുന്നു. ബോംബെ ഭദ്രാസനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയേറെ ഉത്സാഹത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു, നേതൃത്വം നൽകി. ചെന്ന മേഖലകളിലെല്ലാം അനേകം സുഹൃത്തുക്കളെയും സ്നേഹിതരെയും സമ്പാദിച്ചു. പ്രത്യേകിച്ച് ബോംബെ ഭദ്രാസനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ, വളർച്ചയുടെ ആ കാലഘട്ടത്തിൽ പല ദേവാലയങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിലും ഭാവത്തിലുമല്ലായിരുന്ന കാലഘട്ടത്തിൽ ഒരു പള്ളിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻ രൂപപ്പെടുത്തി അവിടെയൊക്കെ ശുശ്രൂഷ നടത്തിയത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കേരളത്തിന് വെളിയിലും അദ്ദേഹം ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും അദ്ദേഹം വളരെ സ്വീകാര്യനായിരുന്നു, സ്നേഹിതനായിരുന്നു. അനേകം ആളുകളുടെ ഹൃദയം കവരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് സാധിച്ചു. ആ വേർപാട് ഏറെ നമ്മെ ദുഃഖിപ്പിക്കുന്നെങ്കിലും താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്ര എപ്പോഴായാലും എവിടെയായാലും ദൈവം വിളിക്കുമ്പോൾ പോയേ ഒക്കുകയുള്ളൂ. അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാമെങ്കിലും ദൈവം വിളിച്ചപ്പോൾ പോയി. പ്രിയപ്പെട്ട കസിയ കൊച്ചമ്മയോടും ഒരു മകനെ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു വലിയ ഉത്സാഹം, ആ മകൻ ആ വിധത്തിൽ വളർന്നു വന്നു, വൈദികനായി, വിവാഹിതനായി, അതെല്ലാം കാണുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഒരു വലിയ നിക്ഷേപമായി സഭയ്ക്ക് നൽകിയ ഒരു കാര്യമാണ്. മകളും റിബേക്കായും അതുപോലെ തന്നെയാണ്. ആ വിധത്തിൽ അനുഗ്രഹീതമായി പോകുമ്പോഴാണ് ആകസ്മികമായി ഈ ദുഃഖം ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. ആ വേദനയിൽ നിന്ന് കരകയറുവാൻ കുറേ സമയമെടുക്കുമെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല ശുശ്രൂഷകൾ, ദൈവസന്നിധിയിൽ വിലപ്പെട്ട ശുശ്രൂഷകൾ ദൈവം മാനിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീവ്രമായ വേദനയിലിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ച മേഖലയിലും പ്രവർത്തിച്ച മേഖലയിലുമൊക്കെ മികവ് തെളിച്ച് എല്ലാവരുടെയും സ്നേഹം ആർജിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട സജിയച്ചനോടുള്ള ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ അച്ഛൻ ആലോചന ചോദിക്കുകയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നാട്ടിൽ വരുമ്പോഴൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും ആ സൗഹൃദം എപ്പോഴും നിലനിർത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ സ്നേഹബന്ധത്തിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ശുശ്രൂഷകൾ രൂപേനച്ചനിലൂടെ കൂടുതൽ ശോഭയോടെ മലങ്കര സഭയ്ക്ക് ലഭിക്കുവാനും ഇപ്പോൾ നേരിടുന്ന തീവ്രമായ ദുഃഖത്തിന് ആശ്വാസം ലഭിക്കുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഖില മലങ്കര വൈദിക സംഘത്തിൻ്റെയും ബസ്കിയാമ അസോസിയേഷൻ്റെയും ബലഹീനനായ എൻ്റെ വ്യക്തിപരമായ നിലയിലുള്ള എല്ലാ ആദരവുകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുവാനും ഈ തീവ്രമായ ദുഃഖത്തിൽ അതിനെ നേരിടുവാനും തക്കവണ്ണം ബലം നൽകട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുശോചന സന്ദേശം നൽകിയ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസിനുള്ള നന്ദി ഈ അവസരത്തിൽ ഇടവയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ കൊണ്ട് അറിയിക്കട്ടെ. ഇപ്പോൾ ബഥനി സെന്റ് തോമസ് ഇടവകയെ പ്രതിനിധീകരിച്ചുള്ള ആദരവുകൾ, അനുശോചനം, ആദരാഞ്ജലികൾ ഇപ്പോൾ ഭദ്രചരിത്രത്തിൽ സമർപ്പിക്കുകയാണ്. വലിയ മെത്രാപ്പൊലീത്ത തിരുമനസ് അഭിമന്യ ക്ലീമീസ് തിരുമേനി മുതൽ എല്ലാ ശ്രേഷ്ഠ പിതാക്കന്മാരുമേ,
വന്യ വൈദിക ശ്രേഷ്ഠരെ, റംബാച്ചന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരുമേ, ബഥനി ഇടവകയെ സംബന്ധിച്ചിടത്തോളം 8 വൈദികർ ഈ ദേവാലയത്തിൽ ഉണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്. ബാല്യം മുതൽ ബഥനി ആശ്രമത്തിലെ പ്രാർത്ഥന മനുഷ്യരോടൊപ്പം ജീവിച്ച ഒരു ജീവിതം. 2 വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിൽ 2-ാം ആഴ്ചയാണ് ഈ ദേവാലയത്തിൻ്റെ ചുമതലയിലേക്ക് അപ്രതീക്ഷിതമായി ഞാൻ എത്തുന്നത്. ദേവാലയ ചുമതലയിലെത്തി 2-ാം ദിവസമാണ് ആദ്യമായി സജീവച്ചനുമായി സംസാരിക്കുന്നത്. അതുമുതൽ എല്ലാ മാസത്തിലും ഈ സമയം വരെയും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇടയിൽ 3 പ്രാവശ്യം ഈ ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിച്ചു. ജനുവരി ഫെബ്രുവരി മാസത്തിൽ നാട്ടിൽ വരുമ്പോൾ വീണ്ടും ബലി അർപ്പിക്കാൻ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ സഭാ പൈതൃകത്തോട്, പാരമ്പര്യത്തോടുള്ള നിഷ്ഠ, 2ാമത് അച്ഛൻ്റെ ആരാധനാ കാര്യങ്ങളിലെ കൃത്യനിഷ്ഠയും, 3ാമത് അച്ഛൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ, നിയമപരമായ കാര്യങ്ങളിൽ പുലർത്തുന്ന കൃത്യത. ഈ 3 കാര്യങ്ങളാണ്. അത് പേഴ്സണലായിട്ട് അച്ഛൻ്റെ മകൻ്റെ വിവാഹകാര്യം വന്ന സമയത്ത്, രൂപേനച്ഛൻ്റെ ആ സമയത്തൊക്കെ ഒരു ദേവാലയത്തിലെ ഏതൊരു അൽമായരും ചെയ്യുന്നത് പോലെ മുഴുവൻ പേർപ്പസും അവിടെയുള്ളതും ഇവിടെയുള്ളതും ക്ലിയറായി രൂപേനച്ഛൻ്റെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് സജിയച്ചൻ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അത് എനിക്ക് അത്ര നിസ്സാരമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സീനിയർ വൈദികനാണ് ഞാൻ, ഏറ്റവും ചെറിയൊരു ചെറുപ്പക്കാരനുമാണ്, ചെറിയ വൈദികനുമാണ്. അത്ര ലീഗൽ മാറ്റേഴ്സിലെ കൃത്യനിഷ്ഠ അത് കണിശമായിരുന്നു, അത് കൃത്യമായിരുന്നു. അതുപോലെ ദേവാലയത്തിൻ്റെ കടന്നുപോയ ചില പ്രതിസന്ധിയുടെ കാലങ്ങളിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, കൃത്യമായ ചില ഇടപെടലുകൾ എന്നോട് ചേർന്ന് ഓരോ കാര്യങ്ങളിലും കൃത്യമായി. ഏതൊരാൾ മരിച്ചാലും അച്ഛൻ്റെയും എല്ലാ വൈദികരുടെയും ഫോൺ കോൾ വരും. അതിലാദ്യം വരുന്നത് മിക്കവാറും സജിയച്ഛൻ്റെ ഫോൺ കോൾ ആയിരിക്കും. അങ്ങനെ ഒരുപാടുണ്ടോ ഓർമ്മിക്കുവാൻ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുകയാണ്. പെരുന്നാട് ബഥനി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുവാനായി കടന്നു പോകുന്ന വന്യ പുരോഹിത, അവിടുന്ന് സമാധാനത്താലേ പോവുക. ഈ സമയത്ത് ഇടവകയുടെ ആദരവുകൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുതൽ മുഴുവൻ ആത്മീക പ്രസ്ഥാനങ്ങളുടെയും ആദരവുകൾ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എല്ലാവരും മുൻപോട്ട് കടന്നു വന്ന് ഓരോ പൂക്കൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഭൗതികദേഹത്തിൽ ഈ സമയത്ത് സമർപ്പിച്ച് ഇരുവശത്തേക്കുമായി പോകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. അതിനു പുറകെ മർത്തമറിയം സമാജത്തിന്റെ അംഗങ്ങൾ, അതിനു പുറകെ നവജ്യോതി മോംസിന്റെ അംഗങ്ങൾ. കുഞ്ഞുങ്ങൾ പൂവ് അർപ്പിച്ച സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ പൂവർപ്പിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. അതിന് പിന്നാലെ സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ ചുമതലക്കാർ, പ്രാർത്ഥനാ യോഗങ്ങളുടെ സെക്രട്ടറിമാർ ചുമതലക്കാർ, നാറാണമൊഴി ചാപ്പലിന്റെ ചുമതലയിൽ ഉള്ളവർ, അവിടുത്തെ പ്രാർത്ഥന യോഗത്തിന്റെ ഉൾപ്പെടെ. ഏറ്റവും അവസാനമായി ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് വന്യ വൈദികന്റെ പ്രിയപ്പെട്ട സജിയച്ചന്റെ, ഞങ്ങളുടെ പ്രിയ സജിയച്ചന്റെ ഭൗതിക ദേഹത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു. ബഥനി സെന്റ് തോമസ് ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവക വികാരി, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ വന്ദനായ സജിയച്ചൻ്റെ വൈദിക സെമിനാരി ബാച്ച്മേറ്റ്സ് 1987-1991 ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാച്ച്മേറ്റ് കൂടിയായ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് അനുശോചന സന്ദേശം നൽകുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പന്മാരെ, റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, വിശ്വാസ സമൂഹമേ, പ്രത്യേകിച്ച് ഇന്ന് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ആയിത്തീരുന്ന ബഹുമാനപ്പെട്ട സജി മാത്യു താന്നിമൂട്ടിലച്ചൻ്റെ സഹധർമ്മിണി, മക്കൾ, കൊച്ചുമകൾ, പ്രിയപ്പെട്ട ഏവരുമേ, ലോകപ്രകാരം അതീവം ദുഃഖകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ
ഇതിനപ്പുറത്ത് ഒരു ദൈവിക കൃപയും ആശ്വാസവും അനുഭവിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട്. ഇവിടെ പരാമർശിച്ചതുപോലെ എത്ര നാൾ ജീവിച്ചു എന്നതിനേക്കാൾ എപ്രകാരം ജീവിച്ചു, സമൂഹത്തിനുണ്ടാകുന്ന സാക്ഷ്യം എന്താണ് എന്ന ഒരു വലിയ ചോദ്യം ഉണ്ടല്ലോ. ജീവിതത്തെ ഏറെ സന്തോഷത്തോടെ, പരാതിയില്ലാതെ, ചിരിക്കുന്ന മുഖത്തോടെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സജി മാത്യു അച്ഛൻ്റെ എന്നുള്ളത് ഇവിടെ എല്ലാവരും പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. 1987-91 ബാച്ചിൽ ഒന്നിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ഓർമ്മയിൽ 26 പേരാണ് ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തെ വലിയ ബാച്ചുകളിൽ ഒന്നാണ്. ഒരാൾ കൂടി അടുത്ത വർഷം ജോയിൻ ചെയ്തു. വർഗീസ് മാത്യു അച്ഛൻ, വർഗീസ് ജോർജ് അച്ഛൻ. അദ്ദേഹമാണ് ആദ്യം ഞങ്ങളുടെ ഇടയിൽ നിന്ന് യാത്രയായത് മരണം മൂലം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോഷുവ റമ്പാച്ചനും യാത്രയായി. മറ്റ് ഞങ്ങൾ എല്ലാവരും, മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് നുറുങ്ങുന്ന ഹൃദയത്തോടെയെങ്കിലും ഏറിയ പ്രത്യാശയോടെ അച്ഛനെ യാത്രാമൊഴികൾ നേരുകയും കൊച്ചമ്മയ്ക്കും കുടുംബത്തിനും ആശ്വാസം ലഭിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സമയത്തിൻ്റെ പരിമിതിയുണ്ട് എന്ന് നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും 1-2 വാക്കുകൾ. 87-ൽ 20 വയസ്സ് പ്രായത്തിൽ ബലഹീനായി ഞാൻ കുന്നംകുളത്ത് നിന്ന് കോട്ടയത്ത് എത്തുമ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ഇടപെടുന്നതെങ്കിലും ഒരു വടക്കൻ, ഒരു കുന്നംകുളംകാരൻ, ഒരു പയ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ ചിലരെങ്കിലുമൊക്കെ, അധ്യാപകരും സീനിയേഴ്സും കൂടെ പഠിക്കുന്നവരും ഒക്കെ ചിലപ്പം ഈ കുന്നംകുളം ഭാഷയിലൊക്കെ കളിയാക്കാനും ഒക്കെ നോക്കുമ്പോൾ കട്ടയ്ക്ക് സപ്പോർട്ട് നൽകുന്ന, സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന, പുഞ്ചിരിയോടെ സമീപിക്കുന്ന, അതുപോലെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ്റെ മേശപ്പുറത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു മധുരം എന്തെങ്കിലും ഉണ്ടാകും. അതൊക്കെ തരുന്ന ഒരു സുഹൃത്തിനേക്കാൾ ഉപരി ഒരു ജ്യേഷ്ഠൻ ആയി കൂടെ നിന്ന വന്യ പിതാവാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഞങ്ങളെല്ലാം ഒരുപോലെ സൗഹൃദം ഈ പിതാവിനോട് പങ്കുവയ്ക്കുവാനിടയായിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ച പോലെ ഞങ്ങൾ 2 പേർ മേൽപ്പട്ടക്കാരായി, 2 പേർ റംബാന്മാരായി, അതല്ലാതെ തന്നെ അവിവാഹിതരായിട്ടുള്ള സന്യാസ വൈദികർ ഉണ്ട്. ഞങ്ങളിൽ അനേകർ വളരെ എല്ലാവരും വളരെ നല്ല രീതിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കാനിടയായി. സെമിനാരികളിലെ നാഗ്പൂർ സെമിനാരിയുടെയും കോട്ടയം സെമിനാരിയുടെയും പ്രിൻസിപ്പൽമാരായും പ്രൊഫസർമാരായും മറ്റു വിവിധ തലങ്ങളിലും പിതാക്കന്മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായും ഒക്കെ പ്രവർത്തിച്ച വൈദികർ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ട്. പിയനായ അപ്രേം തിരുമേനി നേരത്തെ വിശദമായി സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബലഹീനായ എന്നോട് ഈ സമയത്ത് സംസാരിക്കുവാനായിട്ട് പറഞ്ഞത്. ഈ അച്ഛൻ്റെ ഈ അപകടം ഉണ്ടായത് ഡിസംബർ മാസം 3-ാം തീയതി അതിരാവിലെയാണ് അറിയുന്നത്. ബഹുമാനപ്പെട്ട ജിജി തോമസ് അച്ഛൻ, ബോംബെ ഭദ്രാസനത്തിന് തന്നെ വേണ്ടി പഠിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, എൻ്റെ തൊട്ട് സീനിയർ ആയിരുന്നു ജിജി അച്ഛൻ. അതിനേക്കാൾ കുറച്ചുകൂടെ സീനിയറാണ് സജി മാത്യു അച്ഛൻ. ജിജി അച്ഛൻ ഈ വിവരം അറിയിച്ചതു മുതൽ ഞങ്ങൾ ബാച്ച് മുഴുവൻ പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും പിന്നെ കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും രൂപേനച്ഛനെയും അധികം ചോദ്യങ്ങൾ അല്ലെങ്കിൽ വീണ്ടും വിളിച്ച് അവരെ ആശങ്കപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ, ജോൺ പീറ്റർ അച്ഛൻ, അവരൊക്കെ വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് കാനഡയിലെ, ഇപ്പോൾ കാനഡ ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ തോമസ് ജോർജ് അച്ഛൻ അവിടെ നിന്ന് പ്രത്യേകം അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങളുടെ ബാച്ചിൻ്റെ അനുശോചനം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ ബോംബെയിലിരുന്ന ആ സമയത്തെല്ലാം ഏത് പള്ളിയിൽ അച്ഛൻ ഇരുന്നാലും അവിടെ നിർബന്ധമായും ഞങ്ങളെ, പ്രത്യേകിച്ച് മെത്രാപ്പോലിത്തന്മാരെന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട അപ്രയം തിരുമേനിയെയും ബലഹീനനായ എന്നെയും ക്ഷണിക്കാറുണ്ട്, അവിടെ പോകാറുണ്ട്. പച്ച പിടിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. രൂപേനച്ഛൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കൊച്ചമ്മ ഡോക്ടർ കെസിയായും വന്ന സമയത്ത് ഏതോ ഒരു പ്രോഗ്രാമിന് ബോംബെയിൽ ചെന്നപ്പോൾ മറ്റെവിടെ നിന്നോ അച്ഛൻ കുടുംബമായിട്ട് ഇവരെല്ലാവരും കൂടെ യാത്ര ചെയ്ത് വന്ന് എന്നെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ അടുത്തയിടയ്ക്ക് ഒരു വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ കുന്നംകുളത്തിൻ്റെ മണലിത്തറ സെൻറ് ജോൺസ് പള്ളിയിൽ വന്നു. തലേന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നിർബന്ധമായിട്ടും അരമനയിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. വരാമെന്ന് എന്നോട് സമ്മതിച്ചു. എന്നാൽ സമയം അനുവദിക്കാഞ്ഞതുകൊണ്ട് വരാൻ ഒത്തില്ല. അന്ന് ഞങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ആത്മാവിൽ ഞാൻ അച്ഛനെ ഇച്ചിരി വഴക്ക് പറയുകയും ചെയ്തപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ വരും തീർച്ചയായിട്ടും. ഇനി ശരീരപ്രകാരം വരുവാൻ ഒക്കുകയില്ല എന്നറിയാം, എന്നാൽ ആത്മാവിൽ എപ്പോഴും നമ്മോട് കൂടെ അച്ഛൻ നിൽക്കും എന്നത് വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ നാം ഓർക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള 3 വാക്യങ്ങൾ ഈ സമയത്ത് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഈ നശ്വര ലോകത്ത് നിന്ന് നിത്യതയിലേക്ക്, അനശ്വരതയിലേക്ക് കടക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് ഇയ്യോബിനോടൊപ്പം പറയാനൊക്കുന്ന വാക്കുകളാണിത്. ബഹുമാനപ്പെട്ട സജി അച്ഛൻ ആ വിധത്തിൽ സ്വർഗോർശ്ലേമിൽ മഹത്വത്തിൻ്റെ നിലയങ്കി ധരിച്ച് മാലാഖന്മാരോടുകൂടി വസിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. 8791 ബാച്ചിൻ്റെയും കുന്നംകുളം ഭദ്രാസനത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെയും അതിലൊക്കെ ഉപരി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ബലഹീന വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.